എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ട് പറഞ്ഞാൽ ഒരു പുതിയൊരു വീഡിയോ ആണ്. വേറെ ഒന്നിന്റെ അല്ല, ഒരു ആംബുലൻസിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോണത്. അപ്പൊ അതിന്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അതിനകത്ത് എത്തി നോക്കാം. അപ്പൊ നമ്മുടെ വണ്ടി വരുന്നത് 2008 മോഡലാണ്. അതിന്റെ ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും പാസഞ്ചർ വണ്ടി എങ്ങനെയാണോ നമ്മൾ ചെയ്യണേ അതേ ഒരു കണ്ടീഷനിൽ തന്നെയാണ് ഇതിനകത്ത് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഔട്ട് സൈഡിലെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ ടോപ്പിലായിട്ട് ഒരു യൂണിറ്റ് ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൈഡില് 3 സൈഡിലും ബ്ലിങ്കിങ് ലൈറ്റ് ഒരു 8 ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബാക്കില് ഫുഡ് സ്റ്റെപ്പ് ആണ് മെയിൻ ആയിട്ട്. അഡീഷണൽ ആയിട്ട് പാസഞ്ചർ വണ്ടിയും ആംബുലൻസും തമ്മിൽ ഇതിനകത്ത് വരുത്തിയാണ് മാറ്റങ്ങൾ, അതായത് ഈ വണ്ടിയിൽ വരുത്തിയാണ് മാറ്റങ്ങൾ അത്രയ്ക്കാണ്. പിന്നെ ഇൻസൈഡ് ആണെന്നുണ്ടെങ്കിൽ തന്നെ ഇൻസൈഡില് ഒരുപാട് വ്യത്യാസങ്ങൾ കാര്യങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒരു ആംബുലൻസിനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ കാര്യങ്ങൾ വരുത്തിയിട്ടുണ്ട്. നേരെ പറഞ്ഞ് പാസഞ്ചർ വണ്ടിനെ വെച്ച് നോക്കുമ്പോൾ വലിയ കാര്യങ്ങളായിട്ട് മാറ്റങ്ങൾ ഇല്ലെങ്കിലും ഒരു പടിക്ക് വ്യത്യാസപ്പെടുത്തിയിട്ടാണെങ്കിലും നമ്മളിത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഉള്ളില് മെയിൻ ആയിട്ട് പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട്. അതേമാതിരി LED റൂഫാണ് ചെയ്തിട്ടുള്ളത്. വുഡ് ഫിനിഷിങ്ങിലാണ് മെയിൻ ആയിട്ട് ഇത് ചെയ്ത് അതിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഉള്ളില് ഈ വണ്ടിയില് നമ്മൾ മാറ്റങ്ങൾ വരുത്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെർത്ത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അതേമാതിരി ആഡ് ചെയ്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടീഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഡ്രൈവർ ക്യാബിനും അതേമാതിരി ബാക്കിലെ ക്യാബിനും തമ്മിലുള്ള പാർട്ടീഷൻ വരുന്നത് അത് നമ്മൾ ഈ ആംബുലൻസിന് ഒരു എല്ലാ ആംബുലൻസുകളിലും നിർബന്ധമായിട്ടുള്ള ഒരു സംഭവമാണ്. അത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ TV ക്യാബിന് പകരം ഒരു ക്യാബിൻ അടിച്ചിട്ടുണ്ട്. അത് മൈക്ക് അതേമാതിരി അതിൻ്റെ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു മ്യൂസിക് സിസ്റ്റം ഡ്രൈവർ ക്യാബിനിലേക്കും സ്പീക്കർ വെച്ചിട്ടുണ്ട്. അതേമാതിരി പേഷ്യൻ്റ് ക്യാബിനിലും സ്പീക്കർ വെച്ചിട്ടുണ്ട്. പേഷ്യൻ്റ് ക്യാബിനിൽ സെപ്പറേറ്റ് സ്വിച്ച് വെച്ചിട്ടാണ് സ്പീക്കർ കാര്യങ്ങൾ ആഡ് ചെയ്തിരുന്നത്. എപ്പോഴും പാട്ട് വെച്ച് പോകാമെന്ന് പറയുമ്പോൾ തന്നെ ഇത് നമ്മളൊരു ഉല്ലാസയാത്ര എന്നുള്ളൊരു സെറ്റപ്പ് അല്ലല്ലോ. ആംബുലൻസ് എന്ന് പറയുമ്പോൾ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ ഒരുവിധമല്ല അങ്ങനെ ആയിരിക്കും. ഒന്നില്ലെങ്കിൽ ഡെത്ത് അല്ലെങ്കിൽ ആക്സിഡൻറ്റ് അങ്ങനത്തെ ഓൾമോസ്റ്റ് എല്ലാ വക പരിപാടികളാണ് ഈ ആംബുലൻസിൽ നമ്മൾ കൊണ്ടുപോകണത്. അല്ലാണ്ട് നമ്മളൊരു ഉല്ലാസയാത്രയാണെന്നുണ്ടെങ്കിൽ സബ് കാര്യങ്ങളൊക്കെ വയ്ക്കാൻ പറ്റും. എന്നാലും ഒരു ഡ്രൈവർമാരാണെങ്കിലും ഇതിൻ്റെ ഓണറാണെങ്കിലും നല്ലൊരു വണ്ടിക്ക് ഭ്രാന്ത് മൂത്ത അല്ലെങ്കിൽ ഒരു വണ്ടി ക്രൈസ് മൂത്തൊരു ആളാണ്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് സൗണ്ട് സിസ്റ്റം ആണെങ്കിലും ലൈറ്റ് വർക്ക് ആണെങ്കിലും പാസഞ്ചർ വണ്ടി എങ്ങനെയാണോ നമ്മൾ വർക്ക് കാര്യങ്ങൾ ചെയ്യണേ അതേപോലെ തന്നെയാണ് ഇതിനകത്തും നമ്മൾ ആഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളതും. അവർ പറഞ്ഞ ഒരു 100% ഒരു 99% നമ്മൾ വർക്ക് കാര്യങ്ങളൊക്കെ പാസഞ്ചർ വണ്ടി ചെയ്യണ പോലെ തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഭാഗം മാത്രമാണ് ആംബുലൻസിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. നമ്മുടെ ഇവിടെ ചാലക്കുടി തന്നെ ഉള്ളതാണ്. ഹാർട്ട് ബീറ്റ്സ് എന്നാണ് ആംബുലൻസ് സർവീസിൻ്റെ പേര്. ചാലക്കുടി അങ്കമാലി ഒരു ഇതെല്ലാവിടെയും തന്നെ വണ്ടികൾ കാര്യങ്ങൾ ഓടണ ഒരു ജോസ്മോൻ എന്ന് പറഞ്ഞ ഒരാളുടെ വണ്ടിയും ഈ പ്രസ്ഥാനം കാര്യങ്ങളും. അപ്പോൾ എന്തെങ്കിലും ആംബുലൻസിൻ്റെതായ ആവശ്യങ്ങൾ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുള്ളിനെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം മാക്സിമം എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഓടാൻ പറ്റുന്ന കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ പുള്ളി ഓടിത്തരും. അതേമാതിരി ആ പുള്ളിയിൽ ഒരുവിധം എല്ലാ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ICU വണ്ടി ആണെങ്കിലും ICU വണ്ടി ഉണ്ട്, നോർമൽ വണ്ടി ആണെങ്കിലും നോർമൽ വണ്ടി ഉണ്ട്. ഇനിയിപ്പോൾ ഫ്രീസർ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഫ്രീസർ കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു മരണത്തിൻ്റെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ സംബന്ധമായിട്ടുള്ള ഒരുവിധം എല്ലാ വക സാധനങ്ങളും പുള്ളി അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുള്ളിനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ വിശേഷം എന്ന് പറയുന്നത്. പിന്നെ നമ്മളെല്ലാം 1 by 1 ആയിട്ട് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആയിരിക്കും ഈ വീഡിയോ എന്ന് പറഞ്ഞത്. അപ്പോൾ അത്രയ്ക്കാണ് വലിച്ച് നീട്ടനായിട്ട് നല്ലത്. എപ്പോഴും സിമ്പിളായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ഒരുവിധം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല പുറത്തുനിന്നും ഇപ്പോൾ ഒരുവിധം ജോയിൻ ആയിട്ടുണ്ട്. ഇപ്പോൾ തമിഴ്നാടും ആന്ധ്രയും മഹാരാഷ്ട്ര അങ്ങനെ ഒരുവിധം എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരു കുറേ പേരായിട്ട് ചോദിക്കണു ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഹിന്ദിയിൽ പറയാനായിട്ട്. നമുക്ക് മലയാളം അല്ലാണ്ട് വേറൊരു ഭാഷ
പ്രത്യേകിച്ച് അറിയില്ല. അത് കാരണം കൊണ്ട് നമ്മൾ മലയാളത്തിൽ തന്നെയാണ് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നീട് നമ്മൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി അങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലാംഗ്വേജ് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്ര കാലം നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി കാര്യങ്ങൾ അറിയിക്കണം. അപ്പോൾ നമ്മളെ ഇങ്ങനത്തെ വീഡിയോസ് കാര്യങ്ങൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ലൈക്ക് കാര്യങ്ങൾ ചെയ്യുക. അതേമാതിരി കമൻറ്റ് എഴുതി അറിയിക്കുക. ഒരുപാട് സംശയങ്ങൾ കാര്യങ്ങൾ കമൻ്റായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു കമൻ്റായിട്ട് ഇടുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ തന്നെയാണ്. അടുത്തൊരു വീഡിയോ ചെയ്യുമ്പോഴായാലും അടുത്ത അതിൽ ഓരോ സംശയങ്ങൾ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴായാലും നമുക്ക് തന്നെ ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. അത് ഒരുപാട് കാലമായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് അകലെയെന്നാണെങ്കിലും നമ്മളെ തേടി നമ്മുടെ ഈ ഒരു ചെറിയൊരു ഗ്രാമമായ പേരാമ്പ്ര എനിക്ക് വരാമെന്ന് പറയുന്നത് തന്നെ വലിയൊരു എന്താ പറയുക, ഒരു വലിയൊരു സംഭവം തന്നെയാണ്. അത് നിങ്ങൾ തന്ന ഈ ഒരു സപ്പോർട്ടിൻ്റെ ബേസിലാണ്. അപ്പോൾ തുടർന്നും ഈ ഒരു സപ്പോർട്ട് നല്ല രീതിയിൽ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ലൈക്ക് ചെയ്യുക, അതേമാതിരി കമൻറ്റ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിന് കാര്യങ്ങൾക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ എന്തെങ്കിലും കാണുന്നതായിരിക്കും. ബൈ.